ഞാൻ പോലും അറിയാതെ എന്റെ പേരിൽ 2 ലോൺ എടുത്തിരിക്കുന്നു. സംഭവം എന്ന് പറയുന്നത് 2022 ജനുവരിയിൽ ഞാൻ എന്റെ ക്രെഡിറ്റ് റിപ്പോർട്ട് ഒന്ന് ചെക്ക് ചെയ്തു. ക്രെഡിറ്റ് റിപ്പോർട്ട് എന്ന് പറയുമ്പോൾ പലർക്കും ആദ്യം ഓർമ്മ വരുന്നത് സിബിലാണ്. പക്ഷേ സിബിൽ മാത്രമല്ല, സിബിലുണ്ട്, ഇക്വിഫാക്സ് ഉണ്ട്, ക്രിഫ് ഉണ്ട്, എക്സ്പീരിയൻ ഉണ്ട്, അങ്ങനെ 4 ക്രെഡിറ്റ് ബ്യൂറോസ് ഉണ്ട്. അതിൽ ബാക്കി 3 ഇല്ലാതെ ഇക്വിഫാക്സിൽ മാത്രം അതിന്റെ ക്രെഡിറ്റ് റിപ്പോർട്ടിൽ എന്റെ പേര് 2 ലോൺ അക്കൗണ്ട് കിടക്കുന്നു. ഒന്ന് IVL ഫിനാൻസും മറ്റൊന്ന് അപ്പോളോ ഫിനാൻസും. ഇത് രണ്ടും ഞാൻ അറിഞ്ഞിട്ട് പോലുമില്ല. സോ അങ്ങനെ ഇത് കണ്ടപ്പോൾ ഞാൻ എന്ത് ചെയ്തു, ഞാൻ ഡീറ്റെയിൽ ആയിട്ടുള്ള ക്രെഡിറ്റ് റിപ്പോർട്ട് ഡൗൺലോഡ് ചെയ്തു. അത് ആദ്യം ഞാൻ പൈസ ബസാറിൽ നിന്ന് ഡൗൺലോഡ് ചെയ്തു. അത് കഴിഞ്ഞിട്ട് ഇക്വിഫാക്സിന്റെ സൈറ്റിൽ പോയി ഡയറക്റ്റ് അവരുടെ സൈറ്റിൽ നിന്ന് ഡൗൺലോഡ് ചെയ്തു. അപ്പൊ അതിൽ ഡീറ്റെയിൽ ആയിട്ട് നോക്കിയപ്പോൾ ഹാബിജുദ്ദീൻ അംലഖി എന്ന് പറയുന്ന അസമിലുള്ള ഒരാളാണ് എന്റെ പേരിൽ ഈ വ്യാജ ലോൺ എടുത്തിരിക്കുന്നത്. ഞാൻ ഈ IVL ഫിനാൻസിനെ കുറിച്ച് ഗൂഗിളിൽ കയറി ചെക്ക് ചെയ്ത് നോക്കി. ഗൂഗിൾ കയറി ചെക്ക് ചെയ്ത് നോക്കിയപ്പോഴാണ് ഒരുപാട് കംപ്ലൈന്റ്സ് ഗൂഗിൾ റിവ്യൂസിൽ തന്നെ കിടപ്പുണ്ട്. അതായത് ഈ പറയുന്ന പോലെ IVL ഫിനാൻസ് അവരറിയാതെ അവരുടെ പേരിൽ ലോൺ എടുത്തിട്ടുണ്ട് എന്ന് പറയുന്ന രീതിയിൽ ഒരുപാട് റിവ്യൂസ് ഗൂഗിളിൽ തന്നെ നിങ്ങൾക്ക് കാണാൻ സാധിക്കും. അപ്പൊ ഞാൻ ഈ ഗൂഗിൾ റിവ്യൂവിന്റെ എല്ലാം സ്ക്രീൻഷോട്ട് എടുത്തു, എന്നിട്ട് അതിന്റെ പ്രിന്റ് എടുത്തു. അതുപോലെ തന്നെ എന്റെ ഇക്വിഫാക്സിൽ നിന്നുള്ള ക്രെഡിറ്റ് റിപ്പോർട്ട്, ഈ ലോൺ കാണിക്കുന്ന ക്രെഡിറ്റ് റിപ്പോർട്ട്, അതുപോലെ തന്നെ പൈസ ബസാറിൽ നിന്ന് ഡൗൺലോഡ് ചെയ്ത ക്രെഡിറ്റ് റിപ്പോർട്ട്, ഇതെല്ലാം കൂടെ പ്രിന്റ് ഔട്ട് എടുത്തിട്ട് ആദ്യം ആലപ്പുഴ സൈബർ സെല്ലിൽ ചെന്നു. അവിടെ ചെന്നൊരു കംപ്ലൈന്റ് ഫയൽ ചെയ്തു. അത് കഴിഞ്ഞ് ഏകദേശം ഒരാഴ്ചക്കുള്ളിൽ തന്നെ ആലപ്പുഴ സൗത്ത് പോലീസ് സ്റ്റേഷനിൽ തന്നെ വിളിപ്പിച്ചു. അങ്ങനെ ഞാൻ ആലപ്പുഴ സൗത്ത് പോലീസ് സ്റ്റേഷനിൽ ചെന്നു. അവിടുത്തെ സബ് ഇൻസ്പെക്ടറെ കണ്ടു. അദ്ദേഹത്തോട് കാര്യങ്ങളെല്ലാം വിശദമായിട്ട് പറഞ്ഞ് കൊടുത്തു. അദ്ദേഹം കാര്യങ്ങളെല്ലാം വിശദമായിട്ട് ചോദിച്ച് മനസ്സിലാക്കി. അദ്ദേഹത്തിനും ഇതൊരു പുതിയ അറിവായിരുന്നു ആ ഒരു സമയത്ത്. അപ്പൊ SI എല്ലാം കണ്ടിട്ട് ഞാൻ പുറത്തേക്ക് ഇറങ്ങുമ്പോൾ ഒരു പോലീസുകാരൻ എന്നോട് ചോദിച്ചു, ഇതുപോലെ ഞാൻ ഈ കഴിഞ്ഞ ദിവസം ഒരു ലോണിന് വേണ്ടിയിട്ട് ഒരു ഫിനാൻഷ്യൽ ഇൻസ്റ്റിറ്റ്യൂഷനെ കോൺടാക്ട് ചെയ്തപ്പോൾ അവർ പറഞ്ഞു സിവിൽ സ്കോർ നല്ല കുറവാണ്, അപ്പൊ എന്റെ ക്രെഡിറ്റ് റിപ്പോർട്ടിൽ ഇങ്ങനെ എന്തെങ്കിലും ഉണ്ടോ, അത് നോക്കാൻ പറ്റുമോ എന്ന് ചോദിച്ചു. അപ്പൊ ഞാൻ പുള്ളിക്ക് ഇതുപോലെ എങ്ങനെയാണ് ഇത് എടുക്കുന്നത് കാണിച്ചു കൊടുത്ത് അങ്ങനെ പുള്ളിയുടെ റിപ്പോർട്ട് എടുത്ത് നോക്കിയപ്പോൾ അപ്പോൾ അദ്ദേഹത്തിന്റെ ക്രെഡിറ്റ് റിപ്പോർട്ടിലും അദ്ദേഹം പോലും അറിയാതെ ഈ പറയുന്ന പോലെ ഒരു ലോൺ അക്കൗണ്ട് ഓപ്പൺ ചെയ്ത് കിടക്കുന്നു. ഇത് കഴിഞ്ഞ് 2024 ശ്യാംകുമാർ എന്ന് പറയുന്ന എന്റെ വേറൊരു സുഹൃത്ത്, പുള്ളിയും എന്നെ വിളിച്ചിട്ട് പറഞ്ഞു ഇതുപോലെ അവൻ അറിയാതെ നോർത്ത് ഇന്ത്യയിൽ നിന്ന് ആരോ മഹീന്ദ്ര ഫിനാൻസിൽ നിന്ന് അവന്റെ പേരിൽ ലോൺ എടുത്തിരിക്കുകയെന്ന് പറഞ്ഞിട്ട്. അപ്പൊ അവനെ കൊണ്ട് ഞാൻ പറഞ്ഞു എന്തെങ്കിലും കംപ്ലൈന്റ് ഫയൽ ചെയ്തിട്ട്, കാരണം നാളെ എന്തെങ്കിലും ഒരു എൻക്വയറി ഉണ്ടാവുകയാണെങ്കിൽ നമുക്ക് പറയാം നമ്മൾ കംപ്ലൈന്റ് ചെയ്തിട്ടുണ്ടെന്നുള്ള കാര്യം. അങ്ങനെ അവനെ കൊണ്ടും കംപ്ലൈന്റ് ചെയ്യിപ്പിച്ചു. പക്ഷെ എന്താന്ന് വെച്ച് കഴിഞ്ഞാൽ ഞാൻ 2022 ഈ കംപ്ലൈന്റ് കൊടുക്കുന്നത്. ഇതുവരെയായിട്ടും അതിന്റെ പേരിൽ യാതൊരു തരത്തിലുള്ള അപ്ഡേറ്റ്സും എനിക്ക് ലഭിച്ചിട്ടില്ല. ഒരാളെ സംബന്ധിച്ചിടത്തോളം ക്രെഡിറ്റ് റിപ്പോർട്ട് എന്ന് പറയുന്നത് വളരെ ഇമ്പോർട്ടന്റ് ആയിട്ടുള്ള കാര്യമാണ്. നല്ലൊരു ക്രെഡിറ്റ് സ്കോർ എന്ന് പറയുന്നത് ഫിനാൻഷ്യൽ ഡിസിപ്ലിന്റെ ലക്ഷണമാണ്. നമുക്ക് ലോണുകൾ പെട്ടെന്ന് കിട്ടും. അതുപോലെ ലോൺ കിട്ടുന്ന ഇൻട്രസ്റ്റ് റേറ്റ് കുറവായിരിക്കും. കൂടുതൽ ക്രെഡിറ്റ് സ്കോർ ഉള്ള ആൾക്ക് കുറഞ്ഞ ഇൻട്രസ്റ്റ് റേറ്റിൽ ലോൺ കിട്ടും. കുറഞ്ഞ ക്രെഡിറ്റ് സ്കോർ ഉള്ള ആൾക്ക് കൂടുതൽ ഇൻട്രസ്റ്റ് റേറ്റ് കൊടുക്കേണ്ടി വരും. പക്ഷേ വേറൊരു കാര്യം, നമ്മളിങ്ങനെ കഷ്ടപ്പെട്ട് ക്രെഡിറ്റ് സ്കോർ ഒക്കെ മെയിൻറ്റെയിൻ ചെയ്യുന്നതിന് നമുക്ക് അതിന് പ്രത്യേകിച്ച് റിവാർഡ്സ് ഒന്നും കിട്ടാറില്ല. പക്ഷേ ഇപ്പോൾ നല്ല ക്രെഡിറ്റ് സ്കോർ ഉള്ളവർക്ക് 10,000 രൂപ മുതൽ 1,00,000 രൂപ വരെ സൗജന്യമായിട്ട് നേടാനുള്ള ഒരു അവസരം വന്നിട്ടുണ്ട്. എല്ലാവരും നല്ല ക്രെഡിറ്റ് സ്കോർ മെയിൻറ്റെയിൻ ചെയ്യണം എന്നുള്ളത് നിർബന്ധമായിട്ടുള്ള കാര്യം തന്നെയാണ്. കാരണം നമുക്ക് ബാങ്കിൽ നിന്ന് ലോൺ കിട്ടാനും നേരത്തെ പറഞ്ഞാൽ ഇൻട്രസ്റ്റ് റേറ്റ് കുറയാനും ഒക്കെ അത് ഹെൽപ്പ് ചെയ്യും. ഇപ്പോൾ നിങ്ങൾ തന്നെ നിങ്ങളുടെ ക്രെഡിറ്റ് സ്കോർ റാൻഡമായിട്ട് ചെക്ക് ചെയ്തെന്ന് പറഞ്ഞ് അത് നിങ്ങളുടെ ക്രെഡിറ്റ് സ്കോറിനെ ബാധിക്കില്ല. ഇപ്പൊ അങ്ങനെ ഒരു തെറ്റിദ്ധാരണ പലർക്കും ഉണ്ട്. എന്നാൽ ഒരു ബാങ്കാണ് ഈ ക്രെഡിറ്റ് എൻക്വയറി നടത്തുന്നതെങ്കിൽ അപ്പോൾ അത് ചെറിയ രീതിയിൽ നിങ്ങളുടെ ക്രെഡിറ്റ് സ്കോറിനെ ബാധിക്കും. പക്ഷെ നിങ്ങൾ സ്വന്തമായിട്ട് ചെക്ക് ചെയ്യുന്നതിന് യാതൊരു വിധത്തിലുള്ള കുഴപ്പങ്ങളും ഇല്ല. അപ്പോൾ നിങ്ങളുടെ ക്രെഡിറ്റ് സ്കോറിനെ യാതൊരു തരത്തിലും ബാധിക്കാതെ നിങ്ങൾക്ക് സൗജന്യമായിട്ട് ക്രെഡിറ്റ് സ്കോർ ചെക്ക് ചെയ്യാനുള്ള ലിങ്ക് ഞാൻ കമന്റ് സെക്ഷനിലും ഡിസ്ക്രിപ്ഷനിലും കൊടുത്തിട്ടുണ്ട്. ആ ലിങ്കിൽ പോയിട്ട് നിങ്ങൾക്ക് ചെക്ക് ചെയ്യാവുന്നതാണ്. ഏറ്റവും കൂടുതൽ ക്രെഡിറ്റ് സ്കോർ ഉള്ള വ്യക്തിക്ക് 1,00,000 രൂപയാണ് ക്യാഷ് പ്രൈസ് ആയിട്ട് കിട്ടാൻ പോകുന്നത്. ക്രെഡിറ്റ് പ്രീമിയർ ലീഗ് CPL എന്നുള്ള പേരിൽ പൈസ ബസാറാണ് ഇപ്പോൾ ഈ ഒരു ക്യാമ്പയിൻ നടത്തുന്നത്. അപ്പോൾ നിങ്ങൾക്ക് ഇവിടെ കൊടുത്തിരിക്കുന്ന ലിങ്ക് വഴി 4 പ്രധാനപ്പെട്ട ക്രെഡിറ്റ് ഏജൻസികളുടെയും ക്രെഡിറ്റ് സ്കോർ ചെക്ക് ചെയ്യാം. അതായത് സിബിൽ, എക്സ്പീരിയൻ, ഇക്വിഫാക്സ്, ക്രിഫ്, ഹൈമാർക്ക്, ഇങ്ങനെയുള്ള 4 പ്രധാനപ്പെട്ട ഏജൻസികളെ നിങ്ങൾക്ക് ചെക്ക് ചെയ്യാം. പിന്നെയും പറഞ്ഞ പോലെ ഏറ്റവും കൂടുതൽ ക്രെഡിറ്റ് സ്കോർ ഉള്ള ആൾക്ക് മാത്രമല്ല, സ്റ്റേറ്റ് അടിസ്ഥാനത്തിൽ നോക്കുമ്പോഴും, അതായത് കേരള, തമിഴ്നാട്, ആന്ധ്ര എന്നൊക്കെ പറയുന്ന പോലെ സ്റ്റേറ്റിന്റെ അടിസ്ഥാനത്തിൽ നോക്കുമ്പോഴും ഏറ്റവും കൂടുതൽ ക്രെഡിറ്റ് സ്കോർ ഉള്ള വ്യക്തിക്ക് 10,000 രൂപ ക്യാഷ് പ്രൈസും ലഭിക്കുന്നുണ്ട്. പിന്നെ ഓവറോൾ നിങ്ങളുടെ സ്റ്റേറ്റ് ഒന്നാമതെത്തുകയാണ്. അതായത് ഇപ്പോൾ കേരളത്തിൽ നിന്നുള്ള ആളുകൾക്കാണ് ഏറ്റവും കൂടുതൽ ക്രെഡിറ്റ് സ്കോർ ഉള്ളത്. അങ്ങനെ കേരളം ഒന്നാമതെത്തുകയാണെങ്കിൽ ആ സംസ്ഥാനത്ത് നിന്ന് പങ്കെടുക്കുന്ന എല്ലാവർക്കും ക്യാഷ് പ്രൈസ് ഉണ്ടായിരിക്കും. അപ്പോൾ ഫ്രീ ആയിട്ട് നിങ്ങളുടെ ക്രെഡിറ്റ് സ്കോർ ചെക്ക് ചെയ്യാനും അതുവഴി സമ്മാനങ്ങൾ നേടാനും ഉള്ള ഒരു അവസരമാണിത്. അപ്പോൾ എന്തായാലും നിങ്ങൾ ഈ അവസരം നിങ്ങളുടെ ഫ്രണ്ട്സിനും കൊളീഗ്സിനും കൂടെ ഷെയർ ചെയ്ത് കൊടുക്കുക. ഞാൻ കമന്റ് സെക്ഷനും ഡിസ്ക്രിപ്ഷനിലും കൊടുത്തിരിക്കുന്ന ലിങ്ക് വഴി നിങ്ങൾക്ക് പോയി പൈസ ബസാറിന്റെ ക്രെഡിറ്റ് പ്രീമിയർ ലീഗിൽ പങ്കെടുക്കാവുന്നതാണ്. അപ്പോൾ എന്റെ ഈ കാര്യത്തിലേക്ക് വരുമ്പോൾ ഞാൻ ആലോചിക്കുന്നത് നമ്മുടെ ആധാർ കാർഡിനും നമ്മുടെ പേഴ്സണൽ ഐഡന്റിറ്റിക്കും ഒക്കെ എന്ത് സുരക്ഷയാണുള്ളത്. ആർക്കും നമ്മുടെ മാനിപ്പുലേറ്റ് ചെയ്യാതെ എടുക്കാൻ പറ്റുന്ന രീതിയിലാണോ നമ്മുടെ സിസ്റ്റം ഇപ്പോൾ ഉള്ളത്. അതായത് 2020 തന്നെ OTP സിസ്റ്റം എല്ലാം വന്നിട്ടുണ്ടായിരുന്നു. അത് നമ്മുടെ ആധാർ കാർഡ് ഉപയോഗിച്ച് ഒരാൾക്ക് ഒരു ലോണോ അങ്ങനെ കാര്യങ്ങളോ എന്തെങ്കിലും എടുക്കണമെങ്കിൽ തീർച്ചയായിട്ടും OTP വെരിഫിക്കേഷൻ ഉണ്ട്. അവർ നമ്മുടെ ആധാർ നമ്പർ അവർ ടൈപ്പ് ചെയ്ത് കൊടുക്കുമ്പോൾ നമുക്ക് ഇവിടെ OTP മൊബൈൽ നമ്പറിൽ വരും. ആ OTP ടൈപ്പ് ചെയ്ത് കൊടുത്താൽ മാത്രമേ അത് അപ്രൂവ് ചെയ്യാനുള്ള ഓപ്ഷൻ ഉള്ളൂ. പക്ഷേ ഇതൊന്നും ഇല്ലാതെ അത് അപ്രൂവ് ആക്കണമെങ്കിൽ തീർച്ചയായിട്ടും ഇത് ആ ബാങ്കും ഈ ലോൺ എടുത്ത ആളും തമ്മിലുള്ള ടൈപ്പ് തന്നെയാണ്. അതായത് ഈ പറയുന്ന പോലെ നോർത്ത് ഈസ്റ്റ് സംസ്ഥാനങ്ങളിലൊക്കെ, ഈ അസം അതുപോലുള്ള നോർത്ത് ഈസ്റ്റ് സംസ്ഥാനങ്ങളിലൊക്കെ പ്രോപ്പർ ആയിട്ടുള്ള ഡോക്യുമെന്റ്സ് ഇല്ലാത്ത ഒരുപാട് ആളുകളുണ്ട്. അതുപോലെ തന്നെ ക്രെഡിറ്റ് സ്കോർ ഇല്ലാത്ത ആളുകളുണ്ട്. അപ്പോൾ അവർക്കൊക്കെ ലോൺ എടുക്കാൻ വേണ്ടി നമ്മുടെ രാജ്യത്തിൽ തന്നെ നല്ല ക്രെഡിറ്റ് സ്കോർ ഉള്ള ആളുകളുടെ ഐഡന്റിറ്റി, ഈ പറയുന്ന പോലെ ആധാർ കാർഡുകളൊക്കെ ഉപയോഗിച്ചിട്ട് ഈ ബാങ്കുകൾ അറിഞ്ഞുകൊണ്ട് തന്നെ നമ്മുടെ ഐഡന്റിറ്റിയിൽ അവർക്ക് ലോൺ എടുത്തു കൊടുക്കും. എന്നിട്ട് ചിലപ്പം അതുകൊണ്ട് ഇവർക്ക് കുറച്ച് കൂടുതൽ പലിശ ഇവരിൽ നിന്ന് വാങ്ങിക്കുന്നുണ്ടായിരിക്കും. അല്ലെങ്കിൽ
ഇങ്ങനെ കുറെ ലോൺ കൊടുത്തിട്ട് അത് തിരിച്ച് കിട്ടിയില്ല എന്ന് പറഞ്ഞിട്ട് ബാങ്കുകൾക്ക് ഇത് എഴുതി തള്ളുമ്പോൾ അതുവഴി കുറെ ടാക്സിന്റെ കാര്യങ്ങളൊക്കെ വെട്ടിക്കാൻ പറ്റുന്നുണ്ടായിരിക്കും, അങ്ങനെ നേട്ടം ഉണ്ടാക്കാൻ സാധിക്കുന്നുണ്ടായിരിക്കും. അപ്പൊ അതെന്താണെന്ന് നമുക്ക് കൃത്യമായിട്ട് അറിയില്ല. എന്തായാലും ഈ ബാങ്കുകാരും കൂടെ അറിഞ്ഞുകൊണ്ടാണ് ഈ കാര്യം നടക്കുന്നത്. അല്ലാതെ ഒരിക്കലും ഒരാളുടെ ഐഡന്റിറ്റി കാർഡ് മാത്രം കൊണ്ട് കൊടുത്തിട്ട് വെരിഫിക്കേഷൻ ഒന്നും ഇല്ലാതെ ഇങ്ങനെ ഒരാൾക്ക് ലോൺ കൊടുക്കാൻ സാധിക്കില്ല. ഇപ്പൊ ഇവിടെ സംഭവിച്ചിരിക്കുന്നത് പറഞ്ഞു കഴിഞ്ഞാൽ എന്റെ ആധാർ ഉപയോഗിച്ച് ഈ ഹാഫിജുദ്ദീൻ അംലക്കിയുടെ ലോക്കൽ അഡ്രസ് വെച്ചിട്ടാണ് ഇയാൾക്ക് ലോൺ കൊടുത്തിരിക്കുന്നത്. അപ്പൊ തീർച്ചയായിട്ടും വലിയൊരു ക്രിമിനൽ കുറ്റമാണ് ഈ ബാങ്കുകാർ ചെയ്തിരിക്കുന്നത്, ഈ IBL ഫിനാൻസ് എന്ന് പറയുന്ന ആ ഒരു ഫിനാൻസ് കമ്പനി ചെയ്തിരിക്കുന്നത്. കാരണം എന്റെ അനുവാദം ഇല്ലാതെ എന്റെ പേഴ്സണൽ ഡീറ്റെയിൽസ് ഉപയോഗിച്ചു, അതുപോലെ തന്നെ ഇതൊരു ഐഡന്റിറ്റി ഫോർജറിയാണ് ഈ ചെയ്തിരിക്കുന്നത്. പക്ഷെ ഇവിടുത്തെ സിസ്റ്റത്തിന് ഇതിനെതിരെ ഒന്നും ചെയ്യാൻ സാധിക്കുന്നില്ല എന്നുള്ളതാണ് ഏറ്റവും വിഷമകരമായിട്ടുള്ള കാര്യം. പക്ഷെ ഇത് പറഞ്ഞിട്ട് തന്നെ ആരും കോൺടാക്ട് ചെയ്തിട്ടില്ല എന്നുള്ളതാണ് സത്യം. കാരണം തെറ്റ് ചെയ്യുമ്പോൾ ഒരിക്കലും നമ്മളെ അത് അറിയിക്കാൻ സാധിക്കില്ലല്ലോ. അതുകൊണ്ട് തന്നെ ഞാൻ എന്റെ ക്രെഡിറ്റ് റിപ്പോർട്ട് നോക്കിയതുകൊണ്ട് മാത്രമാണ് ഞാനിത് അറിഞ്ഞത്, അല്ലെങ്കിൽ ഞാനിത് ഒരിക്കലും അറിയാൻ പോകുന്നില്ല. അതുകൊണ്ട് തന്നെയാണ് ഞാൻ നിങ്ങളോട് എല്ലാവരും പറയുന്നത്, നിങ്ങൾ റെഗുലർ ആയിട്ട് നിങ്ങളുടെ ക്രെഡിറ്റ് റിപ്പോർട്ട് ചെക്ക് ചെയ്യുക. സിബിൽ മാത്രമല്ല ബാക്കി ഇക്ഫാക്സും ഗ്രിഡ്സും എക്സ്പീരിയനും ഒക്കെ ചെക്ക് ചെയ്ത് നോക്കുക. ഇതുപോലെ എന്തെങ്കിലും ഒരു സസ്പീഷ്യസ് ആയിട്ട് എന്തെങ്കിലും ലോൺ അക്കൗണ്ടോ കാര്യങ്ങളോ കാണുകയാണെങ്കിൽ അപ്പൊ തന്നെ നിങ്ങളൊരു കംപ്ലൈന്റ് കൊടുത്തിട്ടേക്കുക. കാരണം ഭാവിയിൽ പിന്നെ എന്തെങ്കിലും പ്രശ്നം വന്നാലും നിങ്ങൾക്ക് പറയാം ഞാൻ കംപ്ലൈന്റ് കൊടുത്തിട്ടുണ്ട് എന്നുള്ള കാര്യം. പിന്നെ എന്റെ കാര്യത്തിൽ ഞാൻ പറഞ്ഞ പോലെ വേറെ ഒരു അപ്ഡേറ്റും ഉണ്ടായില്ല. എന്റെ ക്രെഡിറ്റ് റിപ്പോർട്ടിനെ നല്ല രീതിയിൽ ബാധിച്ചു. ഏകദേശം ഒരു 4-5 പെൻഡിങ് ആയിട്ടുള്ള ഇൻസ്റ്റാൾമെന്റ്സ് ഉണ്ട്, അത് റെഡ് കളറിൽ അതിനകത്ത് മാർക്ക് ചെയ്തിട്ടുണ്ട്. അതുപോലെ തന്നെ ഓവർ ഡ്യൂ ഒരു 3-4 കിടപ്പുണ്ട്. പിന്നെ എന്റെ പ്രോപ്പർ ആയിട്ടുള്ള ട്രാൻസാക്ഷൻസും ക്രെഡിറ്റ് ഡീലിംഗ്സും ഒക്കെ കാരണം ഇപ്പം പിന്നെ കുറച്ചത് എന്റെ IQFAX ക്രെഡിറ്റ് സ്കോർ കുറച്ച് കൂടിയിട്ടുണ്ട്. പക്ഷെ സംഭവിച്ചാണ് എനിക്കത് റിമൂവ് ചെയ്യണമെങ്കിൽ ഒന്നെങ്കിൽ ബാങ്കിന്റെ ഭാഗത്തു നിന്നുള്ളൊരു കൺഫർമേഷൻ കിട്ടണം റോങ് ആയിട്ടുള്ളതാണെന്ന് പറഞ്ഞിട്ട്, അല്ലെങ്കിൽ പോലീസ് ക്ലിയറൻസ് കിട്ടണം. അവരിത് അന്വേഷിച്ച് ഇത് റോങ് ആയിട്ടുള്ളതാണെന്നുള്ള അവരുടെ ഒരു കൺഫർമേഷൻ കിട്ടണം. എന്നാൽ മാത്രമേ എനിക്ക് IQFAXനെ കോൺടാക്ട് ചെയ്തിട്ടുള്ളത് റിമൂവ് ചെയ്യാൻ സാധിക്കുള്ളൂ. പക്ഷേ ഒരു രീതിയിലുള്ള അപ്ഡേറ്റ്സ് അവരുടെ ഭാഗത്തുനിന്ന് ഉണ്ടായിട്ടില്ല. പിന്നെ എന്റെ എന്തോ ഭാഗ്യത്തിലാണ് ഇത് സിബിലിലും എക്സ്പീരിയനിലും ഒന്നും റിഫ്ലക്ട് ചെയ്യാനാണ്. കാരണം ഏറ്റവും കൂടുതൽ ബാങ്കുകൾ ചെക്ക് ചെയ്യുന്നത് അല്ലെങ്കിൽ ഫിനാൻഷ്യൽ ഇൻസ്റ്റിറ്റ്യൂഷൻസ് ചെക്ക് ചെയ്യുന്ന ഈ പറയുന്ന സിബിലും എക്സ്പീരിയനും ഒക്കെയാണ്. അതിനകത്താണ് ഇങ്ങനെ കണ്ടിരുന്നെങ്കിൽ എന്റെ വലിയ രീതിയിൽ എന്റെ ഫിനാൻഷ്യൽ ലൈഫിനെ അത് ബാധിച്ചാണ്. അപ്പം തീർച്ചയായിട്ടും നിങ്ങളും റെഗുലർ ആയിട്ട് നിങ്ങളുടെ ക്രെഡിറ്റ് റിപ്പോർട്ട് ചെക്ക് ചെയ്ത് നോക്കുക. എന്തായാലും സിബിലും എക്സ്പീരിയനിലും വന്നില്ല. IQFAX വന്ന IQFAX എന്ന് പറയുന്ന ഒരു അമേരിക്കൻ കമ്പനിയാണ്. അപ്പോൾ അവർ കുറച്ചുകൂടി ഡീപ്പായിട്ട് കാര്യങ്ങളൊക്കെ മോണിറ്റർ ചെയ്യുന്നുണ്ടായിരിക്കാം. അതുകൊണ്ടായിരിക്കും അതിൽ മാത്രം റിഫ്ലക്ട് ചെയ്ത് കാണിക്കുന്നത്. പിന്നെ നമുക്ക് തടയാൻ എന്താണ് ചെയ്യാൻ പറ്റുന്നതെന്ന് ചോദിച്ചു കഴിഞ്ഞാൽ എനിക്ക് ഇപ്പോഴും മനസ്സിലായിട്ടുണ്ട്. കാരണം ഞാൻ അത്രയും കോൺഫിഡൻഷ്യൽ ആയിട്ടാണ് എന്റെ ഡോക്യുമെന്റ്സ് ഒക്കെ സൂക്ഷിക്കുന്നത്. അത്രയും റെപ്യൂട്ടഡ് ആയിട്ടുള്ള ഫിനാൻഷ്യൽ ഇൻസ്റ്റിറ്റ്യൂഷന് മാത്രമേ ഞാൻ എന്റെ ഡീറ്റെയിൽസ് ഷെയർ ചെയ്തിട്ടുള്ളൂ. അതായത് ഇപ്പോൾ ആക്സിസ് ബാങ്ക്, HDFC, ICICI അങ്ങനെയുള്ള ബാങ്കുകൾക്ക് മാത്രമേ ഞാൻ എന്റെ ഡീറ്റെയിൽസ് ഒക്കെ ഷെയർ ചെയ്തിട്ടുള്ളൂ. പിന്നെ എങ്ങനെയാണ് ഇവർക്ക് ഇത് കിട്ടിയെന്നുള്ളത് ഒരു ചോദ്യമാണ്, അതെനിക്കും അറിയില്ല. അപ്പൊ ഇത് കണ്ടുപിടിക്കേണ്ടത് നമ്മുടെ സെക്യൂരിറ്റി സിസ്റ്റവും നമ്മുടെ ഗവൺമെന്റുമാണ്. അപ്പൊ ഇത്രയും നാളായിട്ട് ഇങ്ങനെയുള്ള ഒരുപാട് സംഭവങ്ങൾ ഉണ്ടായി, ഇതിനെതിരെ ഒരു ആക്ഷൻ എടുക്കുന്നില്ല എന്നുള്ളത് ശരിക്കും വിഷമം ഉണ്ടാക്കുന്ന കാര്യമാണ്. ശരിക്കും പറഞ്ഞാൽ നാഷണൽ ലെവൽ ഇതിനെതിരെ എൻക്വയറി നടത്താൻ വേണ്ടി ഒരു എൻക്വയറി ടീമിനെ അപ്പോയിന്റ് ചെയ്യണം. എന്നിട്ട് ഈ പറയുന്ന പോലുള്ള ഫിനാൻഷ്യൽ ഇൻസ്റ്റിറ്റ്യൂഷൻസ് ആണ് ഇങ്ങനെയുള്ള ഫോർജറി ചെയ്യുന്നതെന്ന് കണ്ടുപിടിച്ചു കഴിഞ്ഞാൽ അതിന്റെ ലൈസൻസ് റദ്ദ് ചെയ്യണം, അവർക്കെതിരെ സ്ട്രോങ് ആയിട്ടുള്ള ആക്ഷൻ എടുക്കണം, വലിയ നഷ്ടപരിഹാരം ചുമത്തണം. ഏകദേശം 145 കോടി ജനങ്ങളാണ് നമ്മുടെ ഇന്ത്യയിലുള്ളത്. അതിലൊരു 10% ഇവരിങ്ങനെ പറ്റിക്കുന്നു എന്ന് വിചാരിക്കുക. ഏകദേശം 14.5 കോടി ജനങ്ങൾ. അവരുടെ കയ്യിൽ നിന്നും 10 രൂപ വെച്ച് എടുത്തു കഴിഞ്ഞാൽ അത് 145 കോടി രൂപയായി. അവരുടെ കയ്യിൽ നിന്ന് 100 രൂപ വെച്ച് എടുത്തു കഴിഞ്ഞാൽ അത് 1450 കോടി രൂപയായി. 1000 രൂപ വെച്ച് എടുത്തു കഴിഞ്ഞാൽ അത് 14,500 കോടി രൂപയായി. അപ്പൊ എന്റെ കേസിലൊക്കെ എടുത്തോളൂ, ഈ 10,000, 20,000, 40,000 ഒക്കെ എടുത്തു കഴിഞ്ഞാൽ എത്ര കോടി രൂപയുടെ വെട്ടിപ്പാണ് ഇവർ നടത്തുന്നത്. എത്ര കോടി രൂപയാണ് കിട്ടാക്കടമായിട്ട് വ്യാജമായിട്ടുള്ള ഡെപ്റ്റ് എന്ന് പറഞ്ഞ് ഇവർക്ക് എഴുതി തള്ളാൻ സാധിക്കുന്നത്. അപ്പൊ അതിനെപ്പറ്റിയൊക്കെ തീർച്ചയായിട്ടും ഡീറ്റെയിൽ ആയിട്ട് തന്നെ അന്വേഷിക്കണം. പിന്നെ നിങ്ങൾക്ക് എന്താ ചെയ്യാൻ പറ്റുന്നതെന്ന് വെച്ച് കഴിഞ്ഞാൽ ഞാൻ നേരത്തെ പറഞ്ഞാലും നിങ്ങൾ റെഗുലർ ആയിട്ട് നിങ്ങളുടെ ക്രെഡിറ്റ് സ്കോർ പരിശോധിക്കുക. ഇപ്പൊ ഞാൻ വീഡിയോയുടെ തുടക്കത്തിൽ പറഞ്ഞ പോലെ ഞാൻ കമന്റിലും ഡിസ്ക്രിപ്ഷനിലും കൊടുത്തിരിക്കുന്ന ലിങ്കിലൂടെ പോവുകയാണെങ്കിൽ നിങ്ങൾക്ക് വളരെ ഫ്രീ ആയിട്ട് തന്നെ ചെക്ക് ചെയ്യാൻ സാധിക്കും. അതിന്റെ കൂടെ തന്നെ 1 ലക്ഷം രൂപ വരെ വരുന്ന ക്യാഷ് പ്രൈസ് നിങ്ങൾക്ക് നേടാൻ സാധിക്കും. അതിനുവേണ്ടി കമന്റിലും ഡിസ്ക്രിപ്ഷനിലും കൊടുത്തിരിക്കുന്ന ലിങ്കിലൂടെ നിങ്ങൾക്ക് ഫ്രീ ആയിട്ട് ചെക്ക് ചെയ്യാവുന്നതാണ്. അതിൽ ടോപ്പിൽ എത്തുന്നവർക്ക് 1 ലക്ഷം രൂപയും ഓരോ സ്റ്റേറ്റിലും ടോപ്പിൽ എത്തുന്നവർക്ക് 10,000 രൂപയും പിന്നെ ഒരു സ്റ്റേറ്റ് ആണ് ഇതിൽ മൊത്തത്തിൽ ടോപ്പിൽ നിൽക്കുന്നെങ്കിൽ ആ സ്റ്റേറ്റിൽ നിന്ന് പങ്കെടുക്കുന്ന എല്ലാവർക്കും ക്യാഷ് പ്രൈസും ഉണ്ടായിരിക്കും. അപ്പോൾ ഇത് മാക്സിമം നിങ്ങളുടെ ഫ്രണ്ട്സിനും കൂടി ഷെയർ ചെയ്ത് കൊടുക്കുക. അപ്പോൾ എന്തായാലും ഈ ഒരു വീഡിയോ നിങ്ങൾക്ക് informative ആയിരിക്കും, helpful ആയിരിക്കും എന്ന് ഞാൻ പ്രതീക്ഷിക്കുന്നു. I hope you find this video helpful. If you like this video, please like, comment, subscribe, and please don't forget to enable the bell button. I will see you in my next video. I am Al Hussain, signing off.